ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എൻ്റെ നാട്ടിൽ തന്നെ കരുളായി എന്ന് പറയുന്ന സ്ഥലത്ത് പിലാക്കോട്ട് പാടത്ത് അവിടെ ഹെൽത്ത് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലാണ് ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു പെയിൻറ്റർ ഹംസ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലോ അയൽവാസികളിലൊക്കെ ഇതുപോലുള്ള നല്ല അടുപ്പുകൾ ഫിറ്റ് ചെയ്യാണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്ത് മാക്സിമം സഹകരിക്കുക. നിങ്ങളൊക്കെ സഹകരണമാണ് എൻ്റെ വർക്കിൻ്റെ വിജയം. എപ്പോഴും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഇതാണ് ഹംസാഖേൻ്റെ വീട്, ഹംസൻ്റെ. അപ്പോൾ നേരെ താഴെ ഭാഗത്ത് കാണുന്നത് ഹെൽത്ത് സെൻ്ററാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഈ വീട്ടിലാണ് ചെയ്യാറുള്ളത്. ഒരു പാകത്തെ സാധാരണക്കാരന് പറ്റിയൊരു നല്ല സ്റ്റൈലും വീടാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഒരു ചെറിയ വർക്ക് ഏരിയയാണ് അവിടെ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ സ്ലാബിലാണ് ചെയ്യാനുള്ളത്. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പൈപ്പ് കൊടുക്കാൻ കഴിയില്ല. കാരണം ഉള്ള സ്ഥലത്ത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കിയതാണ്. ബാക്കിൽ കരിങ്കല്ല് കെട്ടാണ്. അപ്പോൾ അങ്ങോട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇങ്ങനെ സൈഡിലേക്ക് ആണ് പൈപ്പ് കൊടുത്തിട്ടുള്ളത്. പല ആൾക്കാരും ചോദിക്കലുണ്ട് സൈഡിലേക്ക് പൈപ്പ് കൊടുക്കാൻ പറ്റുമോ, നേരെ ബാക്കിൽ കൊടുക്കാൻ കഴിയില്ല, അത് ചിലപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ആയിരിക്കും വരിക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് നമ്മൾ കൊടുക്കലുണ്ട്. അപ്പോൾ അടുപ്പൊക്കെ ഫിറ്റ് ചെയ്ത് റെഡ്യൂസറൊക്കെ വെച്ച് ഇതാണ് ഈ ലെവലിലായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് 9ൻ്റെയും 11ൻ്റെയും അടുപ്പാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ നല്ല വൃത്തിയാക്കി പണികളൊക്കെ ഏകദേശം തീർത്തിട്ടുണ്ട്. നമ്മളിതുപോലെ റഫായിട്ട് ചെയ്ത് പോവുകയാണ് സാധാരണ ചെയ്യൽ. ഗ്രാനൈറ്റും ടൈൽസിൻ്റെ പണിയൊക്കെ പിന്നെ ഗ്രാനൈറ്റിൻ്റെ പണിക്കാരാണ് ചെയ്യൽ. സൈഡിലാണ് പൈപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്മേൽ എൻ്റെ പേരും ഫോൺ നമ്പറും കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ഒരു പേപ്പർ കത്തിച്ചിട്ട് പൈപ്പ് തയ്യാറ് ഒഴിവാക്കിയിട്ട് വേണം, എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേണം കത്തിക്കാൻ. ഇതല്ലേ ആ സൈഡിൽ ഒരു നിലക്കും പൈപ്പ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ സൈഡിലേക്ക് കൊടുത്തത്, ബാക്കിലേക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്. ഹലോ, അപ്പോൾ 2 മാസം കഴിഞ്ഞു ഇപ്പോൾ വീഡിയോസ് ഈ അടുപ്പ് ഫിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞപ്പം അത് ഒരുമിച്ച് വീഡിയോസ് ഇടാമെന്ന് കരുതി മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അവർ കത്തിച്ച് അവർക്ക് തൃപ്തിയായതിന് ശേഷം അവർ വിളിച്ചു, നല്ല ഉഷാറായിട്ടുണ്ട്, ഈ നാട്ടിൽ വേറെ ഇങ്ങനത്തെ അടുപ്പ് വേറെ ഫിറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സൈഡിലേക്കാണ് പൈപ്പ് എന്നുണ്ടെങ്കിലും പുകയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ പോകുന്നുണ്ട്, കംപ്ലൈൻറ്റുകളൊന്നുമില്ല, നല്ല ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെ തൊട്ട് മേലത്തെ വീട്ടിലെ അവരെ മോക്ക് വീടിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട്. അതുപോലെ അവൻ്റെ സുഹൃത്തിന് വർക്ക് കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ അടുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ വേറൊരു വർക്ക് നോക്കാൻ പോകുന്ന ടൈമിൽ ഇവിടെ നിന്ന് കയറി നോക്കിയതാണ്. വർക്കുകളൊക്കെ നല്ല ഉഷാറായി, ടൈലും ഗ്രാനൈറ്റൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ ഗ്രാനൈറ്റിൻ്റെ പണിക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് വർക്കൊക്കെ. അടുപ്പ് അവർ ഒരുപാട് ഉപയോഗിച്ചെങ്കിലും കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഇപ്പോഴും നല്ല പുതിയ അടുപ്പ് പോലെ തന്നെ നല്ല ക്ലിയറായിട്ട് തന്നെ കിടപ്പുണ്ട്. സ്റ്റീലിനൊരു കംപ്ലൈൻറ്റും ഇല്ല. പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അയൽവാസികൾക്ക് കുടുംബങ്ങൾക്കൊക്കെ അടുപ്പ് ഫിറ്റ് ചെയ്യാണ്ടെങ്കിൽ എന്നെ വിളിച്ച് മാക്സിമം സഹകരിക്കും. ഇപ്പോഴും ചില ആൾക്കാർ വിളിച്ചിട്ട് നാളെ അടുപ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ പലപ്പോഴും എനിക്ക് എടുക്കാൻ കഴിയില്ല. കാരണം എനിക്ക് എടുക്കാവുന്ന വർക്കുകൾ മാത്രമേ ഞാൻ ഏൽക്കലുള്ളൂ. ഒരു വർക്ക് വന്നാൽ തന്നെ ഒരു 4-5 ദിവസത്തെ ഗ്യാപ്പ് മുൻകൂട്ടി പറഞ്ഞെങ്കിലേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം പണിക്കാരെ വെച്ച് പണിയെടുപ്പിക്കുന്ന ഒരു ശീലം എനിക്കില്ല. കാരണം അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പാൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനും ഉത്തരവാദിത്വം ഞാൻ ഏൽക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആരും പറഞ്ഞു വെച്ച് ചെയ്യിക്കാറില്ല. അങ്ങനെ ഒരു പ്രശ്നം വരണ്ടെന്ന് കരുതിയിട്ട്. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന അത്ര വർക്കുകളെ ഞാൻ ഏൽക്കലുള്ളൂ. അങ്ങനെ ഏൽക്കാൻ പറ്റാത്ത ഇതുകൊണ്ട് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഒരു 4 ദിവസത്തെ ഗ്യാപ്പെങ്കിലും തന്ന് വിളിച്ചെങ്കിലേ എനിക്ക് വർക്ക് ഏൽക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ മുൻകൂട്ടി പറയുകയാണ്.